ഗുഡ് മോർണിംഗ് ഓൾ, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. US ഇറാൻ സംഘർഷം 10ാം ദിവസവും പിന്നിട്ട് കഴിഞ്ഞു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം രൂക്ഷമായതോടെ ആഗോള എണ്ണ വിതരണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് $90 പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ 2% നേട്ടത്തിലാണ് ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് $91 ട്രേഡ് ചെയ്യുന്നത്. യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ വിപണികൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇടിയുകയാണ്. ഇന്നലെ 24,187 ക്ലോസ് ചെയ്യുന്നത്. 2 ദിവസം മുൻപ് 24,360 നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഓയിൽ പ്രൈസുകളൊക്കെ ഉയരുന്നത് മണപ്പെരുപ്പ സമ്മർദ്ദം വർദ്ധിപ്പിക്കും. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ചിലവ് ഉയരും. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയി തന്നെ പറയാം. കൂടാതെ വിമാന, പെയിൻറ്റ്, കെമിക്കൽ, ടയർ മേഖലകൾക്ക് ചിലവ് കൂടാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ഈ കമ്പനികളെയൊക്കെ സംബന്ധിച്ചും ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനികളെ സംബന്ധിച്ചും നെഗറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ബ്രണ്ട് ഫ്യൂച്ചേഴ്സിൻ്റെ വില വർധനവ്. ഇന്നലെ US മാർക്കറ്റുകൾ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സെമി കണ്ടക്ടർ ചിപ്പ് കമ്പനികളിൽ ഒരു സമ്മർദ്ദം നേരിട്ടതായിട്ട് നമ്മൾ കണ്ടിരുന്നു. ഇന്നലെ വിപണിക്ക് വലിയ പിന്തുണയായത് ചിപ്പ് സ്റ്റോക്കുകളായിരുന്നു. US ഫിലാഡൽഫിയ സെമി കണ്ടക്ടർ ഇൻഡെക്സ് തുടർച്ചയായിട്ടുള്ള 2ാമത്തെ ദിവസവും നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ 5.2% ഉയർന്നു. ഇന്നലെ S&P 500ൽ 11 സെക്ടറുകളിൽ കൂടുതൽ നേട്ടമുണ്ടാക്കിയത് IT ആയിരുന്നു, ഇൻഫർമേഷൻ ടെക്നോളജി ആയിരുന്നു. 2.35% നേട്ടമാണ് ഉണ്ടാക്കിയത്. കൺസ്യൂമർ സ്റ്റാപ്പിൾസ് ഏകദേശം 1% ഇടിവും രേഖപ്പെടുത്തി. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസും വിപ്രോയും ഇടിഞ്ഞു. ഇൻഫോസിസ് 1.3% ഇടിഞ്ഞപ്പോൾ വിപ്രോ 1.6% ഇടിഞ്ഞത്. ബാങ്കിങ് സൈഡിൽ HDFC ബാങ്കും ICICI ബാങ്കും നേട്ടമുണ്ടാക്കി. HDFC ബാങ്ക് 0.5% ഉയർന്നു. ICICI ബാങ്ക് 0.96% ഉയർന്നത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 0.24% നേട്ടവും ഉണ്ടാക്കി. ഇനി മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള വാർത്ത കൂടി US നിന്നും പുറത്തു വരുന്നത്, അത് ഇന്ത്യയെ ബാധിക്കുന്നത് കാരണം അതുകൂടി ഒന്ന് പറഞ്ഞു പോവാം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർബന്ധിത തൊഴിൽ, അതായത് ഫോഴ്സ്ഡ് ലേബർ രീതിയിൽ ആരോപിച്ച് ഇന്ത്യ ഉൾപ്പെടെ ഏകദേശം 60 രാജ്യങ്ങൾക്ക് പുതിയ ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തുന്നത് പരിഗണിക്കുന്നതായി റിപ്പോർട്ട് പുറത്തു വന്നു. ജൂലൈ 24 നിലവിലെ 10% അടിസ്ഥാന തീരുവ കാലാവധി അവസാനിക്കും. അതിനുശേഷം പുതിയ തീരുമാനം വന്നാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധികമായി 12.5% വരെ തീരുവ ഏർപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഇത് ഇന്ത്യയെ സംബന്ധിച്ച് നെഗറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണ്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വരാം. ജപ്പാൻ മാർക്കറ്റ് നിക്കി ഇന്നും 2% നേട്ടത്തിലാണ്. പക്ഷേ കൂടുതൽ നേട്ടത്തിലുള്ളത് കോസ്പി മാർക്കറ്റാണ്. 5.6% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇനി സിംഗപ്പൂർ മാർക്കറ്റ് 0.20% ഇടിവിൽ നിൽക്കുമ്പോൾ തായ്വാൻ മാർക്കറ്റ് 2% നേട്ടത്തിലും. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ 60 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 24,108 എന്ന നിലയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 70 പോയിൻറ്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇന്നലെ Q1 ഫലങ്ങളിൽ തിളങ്ങിയ 2 സ്റ്റോക്കുകളായിരുന്നു TVS മോട്ടോഴ്സും ബജാജ് ഓട്ടോയും. ഈ സ്റ്റോക്കുകളെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. അതിൻ്റെ റിസൾട്ടുകൾ എത്തരത്തിലായിരുന്നു എന്ന് നോക്കാം. ആദ്യം ബജാജ് ഓട്ടോയുടെ റിസൾട്ടാണ്. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ സ്റ്റാൻഡ് ലോൺ അറ്റാദായം, അതായത് നെറ്റ് പ്രോഫിറ്റിൽ 42% വർധനമാണ്. വലിയൊരു വർധനമാണ് വന്നിരിക്കുന്നത്. 2,983 കോടി രൂപയായിട്ടാണ് നെറ്റ് പ്രോഫിറ്റ് പുറത്തു വന്നിരിക്കുന്നത്. വിപണി പ്രതീക്ഷിച്ചിരുന്നത് 2,763 കോടി രൂപയായിരുന്നു. ബ്ലൂംബർഗ് എസ്റ്റിമേറ്റ് ആയിരുന്നു അത്. ഇനി വരുമാനം, റവന്യൂയിൽ 36% വർധനമാണ് വന്നിരിക്കുന്നത്. 16,462 കോടി രൂപയായിട്ടാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ വിപണി പ്രതീക്ഷിച്ചിരുന്നത് 16,962 കോടി രൂപയായിരുന്നു. അപ്പോൾ ബ്ലൂംബർഗ് എസ്റ്റിമേറ്റിനേക്കാൾ താഴെയായിട്ടാണ് റവന്യൂ പുറത്തു വന്നിരിക്കുന്നത്. എബിറ്റഡയിൽ 42% വർധനവ് വന്നിട്ടുണ്ട്. 2,813 കോടി രൂപയായിട്ടാണ് എബിറ്റഡ പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ വിപണി പ്രതീക്ഷിച്ചിരുന്നത് 3,402 കോടി രൂപയുമായിരുന്നു. ബജാജ് ഓട്ടോയുടെ റിസൾട്ടാണ് പറഞ്ഞത്. ഇനി TVS മോട്ടോഴ്സിൻ്റെ റിസൾട്ട് കൂടി പറഞ്ഞിട്ട് നമുക്ക് രണ്ടുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യാം. TVS മോട്ടോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ത്രൈമാസ സ്റ്റാൻഡ് ലോൺ അറ്റാദായം 1,174 കോടി രൂപയായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞ വർഷത്തെ 776 കോടി രൂപയേക്കാൾ 51% കൂടുതലാണ്. വരുമാനത്തിൽ 38% ഉയർന്ന് 13,896 കോടി രൂപയായി. അതായത് നെറ്റ് പ്രോഫിറ്റിലും കൂടാതെ റവന്യൂവിലും മികച്ച ഒരു വർധനവ് തന്നെയാണ് വന്നിരിക്കുന്നത്.
വരുമാനവും ലാഭവും വിപണി പ്രതീക്ഷയെ മറികടന്നിരിക്കുന്നു. ഇനി നമുക്ക് ഈ രണ്ട് കമ്പനികളെയും ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആദ്യം ബജാജ് ഓട്ടോയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ലാഭത്തിൻ്റെ അതായത് നെറ്റ് പ്രോഫിറ്റിൻ്റെ കാര്യം പ്രതീക്ഷയെ മറികടന്നിട്ട്, അതായത് ബ്ലൂംബർഗ് എസ്റ്റിമേറ്റിനെയൊക്കെ മറികടന്നിട്ടുള്ള ഒരു റിസൾട്ടായിരുന്നു നെറ്റ് പ്രോഫിറ്റിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്നാൽ വരുമാനവും എബിറ്റഡയും പ്രതീക്ഷകൾക്ക് താഴെയായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ടി വി എസ് മോട്ടോഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വരുമാനവും ലാഭവും രണ്ടും തന്നെ പ്രതീക്ഷയെ മറികടന്നിട്ടുള്ള ഒരു റെക്കോർഡ് പ്രകടനം തന്നെയായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ടി വി എസ് മോട്ടോഴ്സ് ഇന്ന് ഫോക്കസിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഈ ക്രൂഡ് ഓയിൽ വില വർധനവ് ഇന്ത്യയെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. അതിലേക്കാണ് സൗദി അറേബ്യയെ ഉപരോധിക്കുമെന്ന ഹൂതി വിമതരുടെ ഭീഷണി ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയെയും എണ്ണ ഇറക്കുമതി ബില്ലിനെയും ബാധിക്കാനിടയുണ്ട്. പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള എണ്ണ വിതരണം വീണ്ടും വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ആശങ്ക ഉയരുന്നത്. ഇന്ത്യ ഇപ്പോൾ റഷ്യയിൽ നിന്ന് 24.5 ലക്ഷം ബാരൽ ഒരു ദിവസം ഇറക്കുമതി ചെയ്യുന്നുണ്ട്. യു എയിൽ നിന്ന് 6.17 ലക്ഷം ബാരൽ, സൗദി അറേബ്യയിൽ നിന്ന് 5.86 ലക്ഷം ബാരൽ എന്നിങ്ങനെയാണ്. ഇതുകൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ബാസ്ക്കറ്റിൻ്റെ ശരാശരി വില കുത്തനെ ഉയരുകയാണ്. ജൂലൈ 3 കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാരലിന് $68.21 ആയിരുന്നു. അവിടെ നിന്നും ജൂലൈ 13 ആയപ്പോൾ അത് $76.28 ജൂലൈ 20 ആയപ്പോൾ, അതായത് കേവലം 2 ആഴ്ച മാത്രം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ $85.51 ഉയർന്നിരിക്കുന്നത്. ഇറാൻ യുദ്ധം ദീർഘിച്ചാൽ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ വില ബാരലിന് $120 വരെ എത്താൻ സാധ്യതയുണ്ടെന്ന് ഗോൾഡ്മാൻ സാച്ചസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതൊക്കെ ഏതായാലും ഇന്ത്യയെ പോലുള്ള ഓയിൽ ഇമ്പോർട്ടിംഗ് രാജ്യങ്ങൾക്ക് വളരെ നെഗറ്റീവായിട്ടുള്ള വാർത്ത തന്നെയാണ്. അടുത്തതായി ഏറെ നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന SBI ഫണ്ട്സ് IPO ഇന്നലെ ലിസ്റ്റ് ചെയ്യുകയുണ്ടായി. 610 എന്ന രീതിയിലാണ് ലിസ്റ്റ് ചെയ്യുന്നത്. 6.3% പ്രീമിയം കൂടി കമ്പനിക്ക് ലിസ്റ്റ് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്നു. ഇനി ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം Q1 റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് കമ്പനികളുടെ Q1 റിസൾട്ട് വരുന്ന ഒരു ദിവസമാണ്. പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ്, നെസ്ലെ ഇന്ത്യ, എറ്റേണൽ, ഇൻഡസിൻ ബാങ്ക്, CSB ബാങ്ക്, അദാനി ഗ്രീൻ എനർജി, അദാനി പവർ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, JSW എനർജി, NTPC ഗ്രീൻ എനർജി, ടാറ്റ കമ്മ്യൂണിക്കേഷൻസ്, യൂക്കോ ബാങ്ക്, യുണൈറ്റഡ് സ്പിരിറ്റ്സ്, UTI അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി, വാരി റിന്യൂവബിൾ ടെക്നോളജീസ് തുടങ്ങിയ കമ്പനികളുടെ റിസൾട്ടുകളാണ് ഇന്ന് പുറത്തു വരുന്നത്. ഇനി ഗ്ലോബലി ഉള്ള പ്രധാനപ്പെട്ട ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് ആൽഫബറ്റിൻ്റെ റിസൾട്ടും ടെസ്ലയുടെ റിസൾട്ടും ഇന്നാണ് പുറത്തു വരുന്നത്. AMDയുടെ അഡ്വാൻസ്ഡ് AI ഇവൻറ്റ് ഇന്ന് നടക്കുന്നുണ്ട്. ഗ്ലോബലിയുള്ള ഇവൻറ്റ്സുകളിൽ ഇന്ന് പ്രധാനപ്പെട്ടതായി പറയാനുള്ളത് UK-യിൽ നിന്ന് പുറത്തു വരാനിരിക്കുന്ന ഇൻഫ്ലേഷൻ ഡാറ്റ, യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് പോളിസി മീറ്റിംഗ് ഇന്ന് ആരംഭിക്കുകയാണ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രസീലിയൻ ഉൽപ്പന്നങ്ങൾക്ക് US താരിഫ് ഇന്ന് ആരംഭിക്കുകയാണ്. ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ മൺസൂൺ പാർലമെൻറ്റ് സെഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഇന്ത്യയുടെ ക്യൂബ് ഹൈവേസ് ഇൻവിറ്റ് IPO ഇന്ന് ഓപ്പൺ ആവുകയാണ്. ഇപ്പോൾ പുറത്തു വന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകൾ നോക്കാം. ആദ്യം ബന്ധൻ ബാങ്കാണ്. നെറ്റ് പ്രോഫിറ്റിൽ 35% വർധനമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 501.7 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 5.9% വർധനമാണ് റിപ്പോർട്ട് ചെയ്തത്. 2920.6 കോടി രൂപയിലാണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഉള്ളത്. പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസിൽ 40.5% വർധനമാണ് റിപ്പോർട്ട് ചെയ്തത്. 682.6 കോടി രൂപയിലാണ് ഇപ്പോൾ പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസ് പുറത്തു വന്നിരിക്കുന്നത്. അടുത്തത് ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി എന്ന സ്റ്റോക്കാണ്. നെറ്റ് പ്രോഫിറ്റിൽ 20.8% വർധനവ് റിപ്പോർട്ട് ചെയ്തു. 357.9 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 14.6% വർധനവുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2339.2 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഇനി Q1 റിസൾട്ട് ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഫ്രീ ലൈവ് ക്ലാസ് ഇന്നലെ കണ്ടക്ട് ചെയ്തിരുന്നു. ഒത്തിരിയേറെ സ്റ്റോക്കുകളെ സംബന്ധിച്ച് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയുള്ള ഫണ്ടമെൻ്റലും ടെക്നിക്കലുമായിട്ടുള്ള ധാരാളം സ്റ്റോക്കുകളുടെ കാര്യങ്ങൾ ഡീപ്ലി തന്നെ നോക്കിയിട്ടുണ്ട്. അടുത്ത ക്ലാസ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. ആർക്കെങ്കിലും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്ത ഇന്ത്യ മാർട്ട് ഇൻ്റർമെഷ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 12.2% വർധനമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 172.2 കോടി രൂപയിലാണ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തത്. റവന്യൂവിൽ 11.4% വർധനവ് വന്നിരിക്കുന്നു. 414.4 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തതായി ആവാസ് ഫിനാൻഷ്യസ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 23% വർധനവ് റിപ്പോർട്ട് ചെയ്തു. 171.3 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 16.7% വർധനവും വന്നിരിക്കുന്നു.
അടുത്തത് ട്രൈഡൻ്റ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 13% വർധനവ് വന്നപ്പോൾ 158.1 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 4.7% വർധനമാണ് വന്നിരിക്കുന്നത്. 1786.8 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി മെഡ്പ്ലസ് ഹെൽത്ത് സർവീസസ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 21.7% ഇടിവ് വന്നിരിക്കുന്നു. 33.2 കോടി രൂപയിലാണ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്ത്. റവന്യൂവിൽ 21.8% വർധനവുമാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തത്. അടുത്തത് ഹാറ്റ്സൺ അഗ്രോ പ്രൊഡക്റ്റ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 1.1% ഇടിവ് വന്നിരിക്കുന്നു. 133.7 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 19.3% വർധനമാണ് വന്നത്. 3090.5 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് മാസ്റ്റെക് എന്ന കമ്പനി. പ്രോഫിറ്റിൽ 15% വർധനവ് വന്നു. 105.9 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 7.7% വർധനവ്. 985.3 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് സാഗ്ലിറ്റി എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 46% വർധനവ് വന്നിരിക്കുന്നു. 216.8 കോടി രൂപയിലാണ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്ത്. റവന്യൂവിൽ 27.6% വർധനവും. മറ്റൊരു കമ്പനി സൺടെക് റിയാലിറ്റിയാണ്. പ്രോഫിറ്റിൽ 26.5% വർധനവ് റിപ്പോർട്ട് ചെയ്തപ്പോൾ 42.3 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 1.7% വർധനവും കമ്പനി റിപ്പോർട്ട് ചെയ്തു. ഇന്നിവിടെ നമ്മൾ ഷെയർ ചെയ്ത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ്. ഈ വാർത്തകളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അതൊന്നും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.